Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പാ തീരമൊരുങ്ങി. 3500 ഭക്തരുടെ പ്രതിനിധികൾ നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. ശബരിമല മാസ്റ്റർ പ്ലാനും ആത്മീയ ടൂറിസത്തിന് ഉണർവേകാനുമാണ് സംഗമമെന്ന് സർക്കാർ. സ്വർണ്ണമടിച്ചു മാറ്റിയതിലുള്ള പാപഭാരത്താലുള്ള സംഗമമെന്ന് പ്രതിപക്ഷം. രാഷ്ട്രീയ കാപട്യമെന്ന് KC വേണുഗോപാൽ. ബദൽ സംഘവുമായി സംഘപരിവാറും. സംഗമത്തിൻ്റേത് രാഷ്ട്രീയ ലക്ഷ്യമാണോ? ലക്ഷ്യം ഭക്തരുടെ പൂങ്കാവനത്തിന്റെ വികസനമോ അതോ പാപഭാരത്താലുള്ള സംഗമമോ? അതിഥികളായി KU ജിനീഷ് കുമാർ MLA, CPM പ്രതിനിധി, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീകുമാർ, ഹിന്ദു ഐക്യവേദി പ്രവർത്തകൻ RV ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ A സജീവൻ എന്നിവരാണ്. ഞാൻ ആദ്യം RV ബാബുവിലേക്കൊന്ന് പോകുന്നു. RV ബാബു, ഗുഡ് ഈവനിങ്. RV ബാബു, നാളെ നടക്കുന്ന ആഗോള ഭക്തസംഗമത്തിൽ 3500ഓളം ഭക്തരുടെ പ്രതിനിധികൾ വരുന്നുണ്ട്. SNDPയുടെയും NSSന്റെയും അടക്കമുള്ള സമുദായ സംഘടനയുടെ പ്രതിനിധികളുണ്ട്. ആലങ്കോട് സംഘവും ഒക്കെ നാളെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. സ്ഥിരമായിട്ട് അയ്യപ്പനെ കണ്ട് മടങ്ങുന്ന ഭക്തരുടെ ഒരു പ്രതിനിധി സംഘമാണ് നാളെ ഈ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാനായിട്ട് എത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ ആഗോള സംഗമത്തിൽ നിങ്ങൾ കൂടി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? ഒരു ബദൽ അയ്യപ്പ സംഗമം നടത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിൽ ഒരു വികസന പദ്ധതി ആവിഷ്കരിക്കാൻ കഴിയുക? RV ബാബു. ഡോക്ടർ അരുൺ, ഞങ്ങളൊരു ബദൽ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല. ഞങ്ങൾ നടത്തുന്നത് ശബരിമല സംരക്ഷണ സംഗമമാണ്. ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ഈ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ ഒക്കെ കണക്കിലെടുക്കുമ്പോൾ അത്തരം അനവധി സംഭവങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകൾ ഇതിനു മുൻപും കോടതി വഴി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ നിലയ്ക്കലിലെ പെട്രോൾ പമ്പിൽ നടന്ന അഴിമതി, അതിനകത്ത് കണക്കില്ല, ഗുരുതരമായ ക്രമക്കേടുകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പറയുന്നു മുഴുവൻ അക്കൗണ്ടും ഇനി ഡിജിറ്റലൈസ് ചെയ്യണം എന്ന്. ഹൈക്കോടതി ഇങ്ങനെ കണ്ണ് തുറന്ന് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കി നിന്നില്ലെങ്കിൽ ഈ എന്താ പറയുക, കണ്ണടച്ചാൽ കംപ്ലീറ്റും തട്ടിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ശബരിമലയിൽ ഞങ്ങൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം അത് അങ്ങേയറ്റം പ്രസക്തമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ശബരിമല അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം ശരിക്കും പറഞ്ഞാൽ അത് തുടക്കത്തിലെ പുത്തരിയിൽ കല്ലുകടിച്ച പോലെയാണ്. അതിൻ്റെ പ്രോഗ്രാം നോട്ടീസിൽ അവർ പറഞ്ഞിരിക്കുന്ന 1-2 ആളുകളുണ്ട്. അതിൽ പല സംഘടനകളുടെ ആൾക്കാരുണ്ട്. അതിലവർ പറഞ്ഞു മലയേറിയ സഭയുടെ ആൾ പങ്കെടുക്കുമെന്ന്. അവരിന്ന് പബ്ലിക്കായിട്ട് പ്രസ്താവന ഇറക്കി ഞങ്ങൾ ഇതിനോട് സഹകരിക്കുന്നില്ല, ഞങ്ങൾ ഇതിനെ ബഹിഷ്കരിക്കുകയാണ്. മലയേറിയ സഭ നേതാക്കന്മാർ ഉന്നയിച്ച ആവശ്യങ്ങൾ നാളിതുവരെ പരിഗണിക്കാത്ത ഒരു സർക്കാരിൻ്റെ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവർ പബ്ലിക്കായിട്ട് ഇന്ന് ഒഫീഷ്യൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നു, ഈ അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുന്നതായിട്ട്. രണ്ടാമത് അവർ മറ്റൊരു പേര് കൊടുത്തിട്ടുണ്ട്. അയ്യപ്പൻ്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട പന്തളം കൊട്ടാരത്തിൻ്റെ സെക്രട്ടറി സുരേഷ് പങ്കെടുക്കുന്നു. പന്തളം കൊട്ടാരം ഔദ്യോഗികമായിട്ട് പറഞ്ഞു, അവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി ഞങ്ങൾ ഇതിനോട് സഹകരിക്കുന്നില്ല എന്ന്. അപ്പോൾ അതും മാത്രമല്ല, ഇവിടെ നേരത്തെ അരുൺ പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ ഔദ്യോഗികമായി ക്ഷണിച്ചു. തെലുങ്കാനയിൽ നിന്ന് മന്ത്രിമാർ വരും എന്ന് വിചാരിച്ചു, ആന്ധ്രയിൽ നിന്ന് വരും, കർണാടകയിൽ നിന്ന് വരും. ഇപ്പോൾ അവസാനം എവിടെ എത്തി നിൽക്കുന്നു? തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാർ വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഈ കാര്യം അത് പൊളിഞ്ഞുപോയി, തുടക്കത്തിലേ പൊളിഞ്ഞുപോയി എന്നാണ് വസ്തുത. കുറെ പൊളിയുമ്പോൾ ഹിന്ദു ഭക്തർക്ക് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഒരു സന്തോഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ യഥാർത്ഥത്തിൽ ശബരിമലയുടെ വികസനമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അവിടെ പോയി കോൺട്രിബ്യൂട്ട് ചെയ്യലല്ലേ ആവശ്യം? എൻ്റെ അരുൺ, നമുക്ക് ഈ വസ്തു എന്താണ് നടക്കുന്നത് എന്ന് അറിയുമ്പോൾ ഈ ഇല്ലാത്ത വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കതിനോട് സഹകരിക്കാൻ പറ്റൂ. ഈ സർക്കാരിന് എന്ത് ഉദ്ദേശശുദ്ധിയാണുള്ളതെന്നേ? അവിടെ മാസ്റ്റർ പ്ലാനും ഇല്ലേ?
ആ മാസ്റ്റർ പ്ലാൻ എക്കോസ്മാർട്ട് തയ്യാറാക്കിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ കാലങ്ങളായിട്ട് അവിടെ ഇല്ലേ? ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചിട്ടുള്ള പദ്ധതികൾക്ക് സർക്കാർ ഫണ്ട് അനുവദിച്ചതിൻ്റെ സ്ഥിതി എന്താണ്? അതിനെ സംബന്ധിച്ച് ഒരു ധവളപത്രം ഇറക്കാൻ ഈ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടുണ്ടോ? എത്ര രൂപ സർക്കാരുകൾ നൽകി? കേന്ദ്ര സർക്കാർ എത്ര കോടി രൂപ നൽകി? സംസ്ഥാന സർക്കാർ എത്ര കോടി രൂപ നൽകി? അതിൽ ഈ ശബരിമല മാസ്റ്റർ പ്ലാനിന് എത്ര രൂപ ചെലവഴിച്ചു? ആർക്കറിയാം ഇതിനെക്കുറിച്ച്? അങ്ങടക്കമുള്ളവർ നാളെ ആ പരിപാടി പങ്കെടുക്കുന്നില്ല. ഇത് നിങ്ങൾ എല്ലാവരും കൂടി ഈ ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതുകൊണ്ട് ശബരിമലയ്ക്ക് എന്താ പ്രയോജനം ഉണ്ടാവുക? നിങ്ങൾ നാളെ അവിടെ പോയി ഇതേ ചോദ്യങ്ങൾ ചോദിക്കുകയും ഇതിന്റെ വികസന പരിപാടികളിൽ നിങ്ങൾ നിങ്ങളുടെ സംഭാവനകൾ നൽകുകയും ഒക്കെ ചെയ്യുമ്പോഴല്ലേ ഈ ശബരിമലയിലെ വലിയ തിരക്ക് നമുക്ക് ഒഴിവാക്കാനും ആ തിരക്ക് ഒഴിവാക്കി ഭക്തജനങ്ങൾക്ക് അനായാസമായ ദർശനം നടത്താനും ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള 3 ഘട്ടമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനും ഒക്കെ കഴിയൂ. അതിന് നമ്മൾ പങ്കെടുക്കാതെ മാറി നിന്ന് മറ്റൊരു സംഗമം നടത്തുന്നത് കൊണ്ട് ശബരിമലയ്ക്ക് എന്ത് പ്രയോജനം ഉണ്ടാവുമെന്നാണ് എൻ്റെ ചോദ്യം. ശബരിമലയ്ക്ക് ഇവരുടെ അയ്യപ്പ സംഗമം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനോട് സഹകരിക്കാത്തത്. ഇത് എത്രയോ വട്ടം ഞാൻ പറയുന്നത് there is a മാസ്റ്റർ പ്ലാൻ. അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ്? അപ്പൊ ഇതൊരു ഗിമ്മിക്ക്, പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്. ഇത് ആർ.വി. ബാബു നാളെ അവിടെ പറയാമല്ലോ, ആ എക്കോസ്മാർട്ട് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് 2007 വന്നു. 2009 ആ എക്കോസ്മാർട്ടിന്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം, അത് പിന്നീട് നടപ്പാക്കാൻ പറ്റാത്തതിന്റെ പിഴവുകൾ, അതിന് നമുക്ക് മറികടന്നാൽ പോരെ? എന്തിനാണ് പുതിയൊരു മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ നമുക്ക് അവിടെ പോയി ചോദിച്ചൂടെ? അതിനുള്ളൊരു അവസരമല്ലേ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആർ.വി. ബാബു? അരുൺ, ഞങ്ങൾ ഈ ചോദ്യം എത്രയോ കാലമായി ചോദിക്കുന്നു, അതിനൊരു മറുപടി കിട്ടിയിട്ടില്ലല്ലോ. ഇനി അവിടെ പോയി ചോദിച്ചിട്ട് ഞങ്ങളെ പോലീസ് കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലടക്കാനോ? ഓക്കെ, ശരി. അങ്ങനെ നിങ്ങൾ ഭയക്കുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമം കലക്കാൻ വേണ്ടിയിട്ട് വന്നു ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ എന്നൊരു കേസ് എടുക്കുമോ എന്നൊരു ഭയം നിങ്ങൾക്കുണ്ട്. കാരണം നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. അതാണ് ആ പോയിന്റ്. ശരി, ഞാൻ അങ്ങിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഒന്ന് എൻ ശ്രീകുമാറിലേക്ക് പോയി വരാം. എൻ ശ്രീകുമാർ, സംഘപരിവാറിന് അതിനകത്ത് വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ താല്പര്യമുണ്ട്. ആ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് ശബരിമലയുമായി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സുവർണാവസരം എന്നുള്ളത് BJP നേരത്തെ തന്നെ ശ്രീധരൻ പിള്ളയുടെ വാക്കുകളിലൂടെ പറഞ്ഞാൽ ഒരു സുവർണാവസരത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം അവിടെയുണ്ട്. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഘവുമായി സഹകരിക്കാത്തത്? കോൺഗ്രസ് ഇന്നതിനെ രാഷ്ട്രീയ കാപട്യം എന്ന് വിളിക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ പങ്കെടുക്കാൻ വരുന്ന ആളുകളെ ആക്ഷേപിക്കലല്ലേ അത്, എൻ ശ്രീകുമാർ? നാളെ വരുന്ന 3500ഓളം ആളുകളുണ്ട്. SNDPയുടെയും NSSന്റെയും ഒക്കെ പ്രതിനിധികളുണ്ട്. 25 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരുണ്ട്. അവരെ അവഹേളിക്കില്ലേ? N ജയകുമാറിനെ പോലെയുള്ളവരുണ്ട്. ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വരുന്നവരുണ്ട്. മുഖ്യമന്ത്രിയെയും ദേവസ്വം മന്ത്രിയെയും ദേവസ്വം പ്രസിഡന്റിനെയും ഒക്കെ വിട്ടേക്കൂ. പക്ഷെ അവിടെ എത്തുന്ന 3500ഓളം ഭക്തരെ വില കുറച്ച് കാണുകയാണോ ഇതൊരു രാഷ്ട്രീയ കാപട്യമാണെന്ന് പറയുന്നതിലൂടെ? നോക്കൂ ഡോക്ടർ അരുൺ, ഇതിൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിലുള്ള ചില സംശയങ്ങൾ തീർത്തു കൊടുക്കണം. അവിടെ നടക്കുന്ന സംഗമത്തിൽ അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചുകൊണ്ട് അവർ നടത്തുന്ന സംഗമം ഗവൺമെൻറ്റും ആ പാർട്ടിയും ദേവസ്വം ബോർഡും നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് ജനങ്ങൾക്ക് അതിൽ വിശ്വാസമില്ലാത്തതെന്ന് ചോദിച്ചാൽ, ഈശ്വരവിശ്വാസികൾക്ക് ഒരു ഈശ്വരവിശ്വാസികൾ അല്ലാത്തവർ ഭരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു സൈദ്ധാന്തിക വശമാണ്. അത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ പ്രതിപക്ഷം 3 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അയ്യപ്പ സംഗമം നടത്തുന്നത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ്, ഭക്തർക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ UDF കാലത്ത് സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലം തിരുത്തിക്കൊണ്ട് സ്ത്രീ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു പുരോഗമന ചിന്ത കാണിക്കാൻ വേണ്ടി അവിടെ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരായ നിലപാട് ഗവൺമെൻറ് എടുത്തു. അത് തിരുത്തുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഗവൺമെൻറ് ഉത്തരം പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം പിന്നൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്നലെ അടിയന്തര പ്രമേയം നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നു. അയ്യപ്പ സംഗമത്തിനോട് ഇത്രയധികം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷം എന്താണ് അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് എന്ന് ഗവൺമെൻറ് കേൾക്കാൻ സന്നദ്ധത കാണിക്കണമായിരുന്നു. അവർ 3 അടിയന്തര പ്രമേയങ്ങൾ ഞങ്ങൾ അനുവദിച്ചു എന്ന് മേനി നടിച്ചവരാണ്. ആ 3 അടിയന്തര പ്രമേയങ്ങളും രാഷ്ട്രീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. പക്ഷേ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. ശബരിമല ക്ഷേത്രവുമായി സെക്ഷൻ റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കാൻ കഴിയില്ലല്ലോ ശ്രീകുമാർ.
അല്ല, ഞാൻ പറയട്ടെ, കോടതിയിലിരിക്കുന്ന വിഷയങ്ങളൊക്കെ എത്രയോ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷം അതിന് കൊടുത്ത മറുപടി. നിയമസഭാ ചട്ടങ്ങളിലെ കൃത്യമായിട്ടെല്ലാം നമുക്കറിയാത്തതുകൊണ്ട് ഞാനൊരു കാരണം ചൂണ്ടിക്കാണിച്ച് തന്നെ ഞാൻ പറയാം, അതിൻ്റെ മറ്റു കാര്യങ്ങളോട് പറയാം. അപ്പോൾ അടിയന്തര പ്രമേയ കാര്യത്തിൽ അവർ ചർച്ച ചോദിച്ചില്ല, പോട്ടെ. അരുൺകുമാർ പറയുന്നത് പോലെ തന്നെ കോടതിയിൽ ഇരിക്കുന്നുവെന്ന് ഗവൺമെൻറ്റും പറഞ്ഞായിക്കോട്ടെ, കുഴപ്പമില്ല. പുറത്ത് മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്തിയപ്പോൾ അറിയാമല്ലോ. ഇങ്ങനെ ഞങ്ങൾ ആ തിരുവിതാംകൂർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ, ആ സത്യവാങ്മൂലത്തിലെ സത്യവാങ്മൂലത്തിലെ തിരുത്തിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്തി പറയാം. മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയത് എനിക്ക് തോന്നുന്ന 2-3 മാസം മുമ്പാണ്. ഇന്നലെ ദേവസ്വം മന്ത്രി വാസവൻ പറഞ്ഞത് ലോകമെമ്പാടുള്ള ഭക്തരെ ആകർഷിക്കാനാണെന്നാണ്. എന്ത് ആകർഷിക്കുക എന്ന് വെച്ചാൽ ആത്മീയ ടൂറിസം എന്തൊക്കെ ഒരു പറയുന്നുണ്ട്. എന്ത് ആത്മീയ ടൂറിസം ശബരിമലയിൽ? ഏതൊരു ഭക്തനും അവരെ ആകർഷിക്കുകയൊന്നും വേണ്ട, പരസ്യവും കൊടുക്കേണ്ട, അവരവിടെ ചെന്നോളും ഭക്തനാണെങ്കിൽ. പിന്നെ മറ്റു കാര്യം വിശ്വാസ്യത വേണം ആദ്യം തന്നെ. എന്ത് വിശ്വാസ്യത തന്നെ ഞാൻ പറയാൻ കാരണം എന്താണ്, ഇവരൊരു വനിതാ മതിൽ നടത്തി ഇല്ലേ അക്കാലത്ത്, ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ. അത് കഴിഞ്ഞു. അതിനുശേഷം നവകേരള സദസ്സ് നടത്തി. അത് കഴിഞ്ഞു. അതിനുശേഷം 2-3 ലോക കേരള സദസ്സ് നടത്തി. അത് കഴിഞ്ഞു. അതിനുശേഷം ആഗോള നിക്ഷേപ സംഗമം നടത്തി. അത് കഴിഞ്ഞു. ഈ ഗവൺമെൻറ് അവസാന കാലത്ത് എന്തോ ഒരു വികസന യാത്ര പ്രമുഖരെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞു. ഇതിലൊന്നും ജനങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് ആഗോള അയ്യപ്പ സംഗമം. ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ അയ്യപ്പ സംഗമം എന്നുള്ള പേരിനെ കുറിച്ച് ഞാൻ ആദ്യമേ തന്നെ സംശയം ഉയർത്തിയിരുന്നു. കാരണം അയ്യപ്പൻ എന്നൊരു വിശേഷണം ഒരാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ വ്രതമനുഷ്ഠിച്ചിട്ട് ആ സമ്മേളനത്തിൽ വരണം. അത് അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. ഇപ്പം ഒരു പോസ്റ്റർ ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൻ്റെ പേരിൽ പുറത്തിറക്കിയ ഒരു പോസ്റ്ററിൽ അയ്യപ്പ ഭക്ത സംഗമം എന്ന് കാണുന്നുണ്ട്. അത് സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ ഭക്ത സംഗമം എന്നാണ്. അത് ആ പോസ്റ്റർ നിങ്ങളുണ്ടാക്കിയതാണോ ഗവൺമെൻറ്റിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. അത് ഉണ്ടെങ്കിൽ അത് വിശദീകരിച്ചാൽ തരക്കേടില്ലായിരുന്നു. കാരണം അയ്യപ്പ ഭക്ത സംഗമം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിന്നാണ്. അതിൽ ഇവർ നേരത്തെ പറഞ്ഞ എന്താ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പടമില്ലാത്തതും അയ്യപ്പൻ്റെ പടമില്ലാത്തതും ശബരിമലയുമായി ബന്ധപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ ഇരുമുടിക്കെട്ടുമായി പോകുന്ന ചിത്രമില്ലാത്തൊക്കെ ചർച്ചയായി. ദേശീയ ഇംഗ്ലീഷ് ചാനലുകൾ പറഞ്ഞ ഇന്നത്തെ പ്രധാന വാർത്തകളിലൊന്ന് അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിന്ന് പോസ്റ്ററിൽ നിന്നും അയ്യപ്പൻ പുറത്തുപോയി എന്നാണ്. ഇത് ദേശീയ തലത്തിൽ ചർച്ചയായി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചർച്ചയാകുമ്പോൾ ജനങ്ങൾക്കിടയിൽ സംശയം വരും. കാരണം ഇവർ ഈ സംഗമം എല്ലാം ആഗോളം, എല്ലാം ലോകം, ഇത് നടത്തിയിട്ട് ഗുണമില്ലെന്ന് അവർക്ക് മനസ്സിലായി. 3500 പേരെ ഒരു സമ്മേളനത്തിൽ ഒരു ദിവസം വിളിച്ചിരുത്തിയിട്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗവും മന്ത്രിമാരുടെ പ്രസംഗവും കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും, അതിനൊരു അപേക്ഷാ ഫോറം കൊടുക്കും, അത് പൂരിപ്പിക്കണം. ഇതൊക്കെ അപേക്ഷാ ഫോറൊക്കെ പൂരിപ്പിക്കാൻ ഓരോ അമ്പലത്തിൽ കൊണ്ട് കൊടുത്താൽ മതി ഭക്തന്മാർക്ക്, അവർ പൂരിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ 10 ലക്ഷം 8 ലക്ഷം 10 ലക്ഷം രൂപ 10 കോടി രൂപ ചിലവ് വരും. ഈ 10 കോടി 8 കോടി രൂപ ഉണ്ടെങ്കിൽ അത് ശബരിമലയ്ക്ക് കൊടുത്തൂടെ ഈ ഇത് നടത്തുന്നതിന് പകരം? അപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. അപ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന്, ഇത് പാർട്ടിയുടെ തീരുമാനമാണോ? അതല്ല മുന്നണിയുടെ തീരുമാനമാണോ? അതല്ലെങ്കിൽ ഇത് ക്യാബിനറ്റിൻ്റെ തീരുമാനമാണോ? അതല്ല, ഇത് ആരും തീരുമാനിക്കാത്ത ഏതെങ്കിലും ഒരു CPM-ലെ ഒരു വിഭാഗത്തിൻ്റെ തീരുമാനമാണോ? ഇതിൽ രാഷ്ട്രീയമുണ്ടെന്നുള്ള വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ BJP ബദൽ അയ്യപ്പ സംഗമം നടത്തുന്നത്. അത് സത്യത്തിൽ അതിൻ്റെ ആവശ്യം എന്താ? ബദൽ അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമം നടത്തുമ്പം ഇവരെ ഇടതുമുന്നണി നടത്തുമ്പോൾ എന്തിനാ BJP ഭയക്കുന്നത്? എന്തിനാ? അവർ നടത്തിപ്പോക്കോട്ടെ എന്ന് വെക്കണം. ഡോക്ടർ അരുൺകുമാറിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു UDF ബഹിഷ്കരിക്കാൻ. UDF ബഹിഷ്കരിക്കുന്നു പറഞ്ഞിട്ടില്ല. UDF പറഞ്ഞ എന്താണ്? ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതുകൊണ്ട് 3 ചോദ്യങ്ങളാണ്, അതിന് ഉത്തരം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അതിനോട് സഹകരിക്കുന്നില്ല. പോകേണ്ടവർക്ക് പോകാം, പോകാത്തവർക്ക് പോകാതിരിക്കാം. അതിൻ്റെ ഉത്തരം പിന്നീട് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ NSS ഒക്കെ അവിടെ നാളെ ചെല്ലുന്നത്. എന്തുകൊണ്ടാണ്? സത്യവാങ്മൂലത്തിലെ മാറ്റം വരുത്തണ്ടേ? ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തുമോ ഇല്ലേ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടിയാണ് ഇന്നലെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ശരി, ഇത് വേണ്ട, കോടതി ആയിക്കോട്ടെ, കുഴപ്പമില്ല. മുഖ്യമന്ത്രിക്ക് ഇന്ന് പത്രസമ്മേളനം നടത്തി പറയാമായിരുന്നല്ലോ നാളത്തെ പ്രധാന പരിപാടികളെന്താ. അദ്ദേഹം ഒന്നും പറയുന്നില്ല. അദ്ദേഹം നാളെ പ്രസംഗിക്കാനേ പോകുന്നുള്ളൂ. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് അങ്ങോട്ട് കേൾക്കുക, അദ്ദേഹത്തോട് തിരിച്ച് സംശയം ചോദിക്കാനുള്ള അവസരം ഇല്ലാതാക്കുക. ഇതെന്താണ് ഡോക്ടർ അരുൺ? അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് സംശയം. അപ്പം ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. അതാണ് പറയുന്നത്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു അയ്യപ്പ സംഗമം നടത്തുകയാണെങ്കിൽ ആ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടത് ആരൊക്കെയാണ് എന്നൊരു തീരുമാനവും അതിൻ്റെ വളരെ ലിഖിതമായ ചില നിർദ്ദേശങ്ങളും വേണം. ഇപ്പോൾ നോക്കൂ, മലബാർ ദേവസ്വം ബോർഡിൻ്റെ നിങ്ങൾ പറഞ്ഞു അല്ലേ, മലബാർ ദേവസ്വം ബോർഡ് പറഞ്ഞു സ്വന്തമായിട്ട് പോകുന്നവർക്കൊക്കെ പണം കൊടുക്കണം. കോടതി പറഞ്ഞു സ്വന്തം ചെലവിൽ പോകാൻ. അപ്പോൾ ആരാണ് ആ തീരുമാനം എടുത്ത? ആരാ? മലബാർ ദേവസ്വം ബോർഡിൻ്റെ മലബാർ ദേവസ്വം ബോർഡിന് ആ പൈസ കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഇതിൽ ആദ്യത്തെ ചോദ്യം സത്യവാങ്മൂലം തിരുത്തുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് നിയമസഭയിൽ ചോദിക്കുന്ന സമയത്ത് തന്നെ IC ബാലകൃഷ്ണൻ്റെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും CR മഹേഷിൻ്റെയും ചോദ്യത്തിന് വാസവ മിനിസ്റ്റർ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. യുവതീ പ്രവേശനം സംബന്ധിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ അഡീഷണൽ സത്യവാങ്മൂലം തുടർന്നു വന്ന LDF സർക്കാർ തിരുത്തിയിട്ടില്ല എന്നൊരു മറുപടി അവിടെയുണ്ട്.
അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ അരുൺകുമാർ അതിനൊരു മറുപടി എനിക്കുണ്ട്. UDF വെറുതെ ഒരു അരുൺകുമാർ ഒരു മിനിറ്റ് മിസ്റ്റർ ബാബു, അതായത് ഡോക്ടർ അരുൺകുമാർ, ഇതിലൊരു പ്രശ്നമേ ഉള്ളൂ. ഇത് എന്താ ഈ സംശയം നിലനിൽക്കാൻ കാരണം എന്താ? ഇപ്പോൾ ഇവരെ യെസ് എന്നാ പറയുന്നത്. അടിയന്തര പ്രമേയത്തിൻ്റെ 3 ദിവസത്തെ അടിയന്തര പ്രമേയ ചർച്ച നമ്മൾ കണ്ടതാണല്ലോ. അവസാനം അതിൻ്റെ ഒരു കാര്യത്തിൽ പുറത്ത് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയുടെ സമ്മേളനം ഞാൻ വിവരിക്കുന്നില്ല. നാമജപ ഘോഷയാത്രയിലെ കേസ് അതും UDF പറഞ്ഞ കാര്യമല്ലേ? താങ്കൾക്കറിയാമല്ലോ, താങ്കൾ ഒരു മുതിർന്ന പത്രപ്രവർത്തനങ്ങളിലെ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്താൽ ക്രിമിനൽ അല്ലാത്ത എല്ലാ കേസുകളും പിൻവലിച്ചു എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വാഹനം തല്ലി തകർത്തു, ബൈക്ക് തല്ലി തകർത്തു, അതൊരു ക്രിമിനൽ കേസല്ലേ? അതെങ്ങനെയാണ് ഇനി സർക്കാർ വിചാരിച്ചാൽ പിൻവലിക്കാൻ പറ്റുക? കോടതി നടക്കുന്ന കാര്യമല്ലേ? അതായത് VD സതീശൻ ചോദിച്ച ചോദ്യമുണ്ട്, കോൺഗ്രസ് നേതാക്കൾ ഏത് ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്? ആർക്കൊക്കെതിരെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസുണ്ട്? നാമജപഘോഷയാത്ര ഇതൊക്കെ ക്രിമിനൽ കേസാണോ അല്ലയോ എന്നൊക്കെ എന്താണ് ഡോക്ടർ? നമ്മളിത് ഇതിനെ ന്യായീകരിക്കാനായിട്ട് നമുക്ക് ഒരുപാട് കിട്ടാത്ത ഉത്തരം ചോദിച്ചിട്ട് സഹകരിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ലാത്തൊരു സത്യവാങ്മൂലത്തെക്കുറിച്ച് ചോദിച്ചും ഇല്ലാത്ത പിൻവലിക്കാൻ സർക്കാരിനെ കൊണ്ട് കഴിയാത്ത ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് നിലപാടെടുക്കാനും പറഞ്ഞാൽ എങ്ങനെ സാധ്യമാവുക ശ്രീകുമാർ? നോക്കൂ ഡോക്ടർ അരുൺകുമാർ, ഞാൻ പറഞ്ഞത് അതായത് ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു വിപ്ലവകരമായ തീരുമാനം ഒരു മിനിറ്റ് മിസ്റ്റർ ബാബു, അതായത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിപ്ലവകരമായ തീരുമാനം എടുത്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സത്യവാങ്മൂലം തിരുത്താൻ പോയത്. അതറിയാമല്ലോ. അതിനുശേഷം യുവതികളെ ശബരിമലയ്ക്ക് പോലീസ് അകമ്പടിയോടെ കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. എന്താണ് ശബരിമല കാട്ടിക്കുട്ടിയത്? ഒരു ഭക്തരിങ്ങനാണോ കൊണ്ടുവന്നത്? ഓടിക്കയറ്റുക, അതൊക്കെയാണോ? അപ്പം ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ തോന്നിയൊരു സംഗമമാണത്. അത് നടക്കാതിരിക്കുക എന്നുള്ള വേറെ വിഷയം, അതൊരു വിഷയമല്ല. പക്ഷേ ഇത് 3 ചോദ്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ AK ആന്റണിയുടെ കാലത്ത് ശബരിമലയ്ക്ക് കൊടുത്തിരുന്ന വിഹിതം ഇരട്ടിയാക്കി. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 112 ഹെക്ടാർ സ്ഥലമെടുത്ത് കൊടുത്ത് പകരം വനഭൂമി എടുത്ത് ഇടുക്കിയിലെ വനംവകുപ്പിനും കൊടുത്തു. ഈ ഗവൺമെൻറ് 9 വർഷമായിട്ട് എന്ത് ചെയ്തു എന്ന് ചോദ്യത്തിന് ഉത്തരമില്ല. 9ാമത്തെ വർഷമാണോ വികസന ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന ചോദ്യമുണ്ട്. ഈ 9ാമത്തെ മാസത്തിൽ 3500 പേരെ 9ാമത്തെ വർഷത്തിൽ 3500 പേരെ വിളിച്ചു വരുത്തി ഒറ്റ ദിവസം കൊണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വിശ്വാസമുണ്ട്. 9ാമത്തെ വർഷം ഇനി ഭരണം തീരാൻ 6-7 മാസം ബാക്കി ഉള്ളപ്പോൾ 3500 പേരെ ഒരു ദിവസം കുറച്ച് മണിക്കൂർ പമ്പയിലേക്ക് കൊണ്ടുവന്ന് എന്ത് വികസന പദ്ധതിയുടെ ചർച്ചയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ലോജിക്കലായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് CPM. പമ്പയിൽ നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതോ അതോ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാനുള്ള സതുദ്ദേശത്തോടു കൂടിയുള്ളതോ അതോ പാപഭാരത്താലോ? KU ജിനീഷ് കുമാർ MLA CPM പ്രതിനിധി, N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, RV ബാബു ഹിന്ദു ഐക്യവേദി, A സജീവൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ. ഞാൻ ജിനീഷ് കുമാറിലേക്ക് പോകുന്നു. KU ജിനീഷ് കുമാർ, ഇപ്പോൾ ഇവിടെ ഉയർന്ന 2 പ്രസക്തമായ ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഭക്തജനങ്ങളെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. 3 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ അവസാനത്തെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യം, ഈ ഭരണത്തിൻ്റെ 2ാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷം ഒരു 7 മാസം 8 മാസം ബാക്കി നിൽക്കുമ്പോഴാണോ ഈ ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് വീണ്ടും വിചാരമുണ്ടാവുകയും ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടി 3500 പേരെ ക്ഷണിച്ച് ഒരു ദിവസം വലിയ 7 കോടി മുടക്കുകയും ചെയ്യുന്നത്? എന്താണ് ഇതിലെ ഒരു പ്രസക്തമായ ചോദ്യം? KC വേണുഗോപാൽ പറയുന്നു ഇത് രാഷ്ട്രീയ കാപട്യമാണ്. VD സതീശൻ പറയുന്നു ഇത് സ്വർണം അടിച്ചുകൊണ്ട് പോയതിൻ്റെ പാപഭാരത്താലാണ് എന്ന് പറയുന്നു. ഇത് ജനങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കാതെ മുഖ്യമന്ത്രി ഇത് നടത്തിയിട്ട് ഒരു കാര്യവുമില്ല, രാഷ്ട്രീയ ആത്മാർത്ഥതയില്ല എന്ന് പറയുന്നു. എന്താണ് പ്രതികരണം? KU ജിനീഷ് കുമാർ. തുടക്കം മുതൽ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസും BJPയും ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ അവർ പഠിച്ച പണിയെല്ലാം നോക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തി. അതുമാത്രമല്ല, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അടക്കം പോയി തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ അതിനെ തടയാൻ വേണ്ടി പരിശ്രമിച്ചു. അവസാനം ഭക്തജനങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് നാളെ മഹാചരിത്രത്തിന് പമ്പാതീരത്ത് തുടക്കമാവുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള പിന്തുണയോടുകൂടിയാണ് നാളെ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. വലിയ നിലയിലുള്ള പ്രചരണം, തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം തുടക്കം മുതൽ തന്നെ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ
വലിയ നിലയിലുള്ള പ്രചരണമായിരുന്നു ഇതിനെതിരെ സംഘടിപ്പിച്ചത്. തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരാശയമാണ് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ. അവർ പറഞ്ഞു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ സിംഗപ്പൂരിലും മലേഷ്യയിലും എല്ലാം പോയപ്പോൾ അവിടുത്തെ ഭക്തർ ഉൾപ്പെടെ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരാവശ്യമാണ് ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഒരു അവസരമുണ്ടാക്കി തരിക. ആ നിലയിൽ ഇതെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ വലിയ നിലയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണമെല്ലാം സംഘടിപ്പിച്ച് മുമ്പോട്ട് പോയി. പക്ഷേ ഇപ്പോൾ നാളെ സംഗമത്തിലേക്ക് കടക്കുമ്പോൾ 16ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ എത്തുകയാണ്. 3000 ആളുകളെ പ്രതീക്ഷിച്ചു. രജിസ്ട്രേഷൻ വളരെ നേരത്തെ ക്ലോസ് ചെയ്യേണ്ടി വന്നു. 4500-നപ്പുറം ആളുകൾ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, അവരെല്ലാം അവിടെ എത്തി ഒരു ദിവസം പമ്പയുടെ തീരത്ത് സംഗമിക്കുന്നത് ഒരു സംശയവും വേണ്ട നമ്മുടെ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയും ശബരിമലയുടെ പ്രസക്തിയും ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ അനുസരിച്ചാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു 3 വേദികളിൽ. പ്രധാന വേദിയിൽ ഉദ്ഘാടനം, ആ ഉദ്ഘാടനത്തിന് ശേഷം അവിടെ പ്രധാന വേദിയിൽ മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. ആ മാസ്റ്റർ പ്ലാനെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അതിൻ്റെ മോഡറേറ്ററായിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയകുമാറാണ്. ഇനി 7 മാസമോ 8 മാസമോ ഈ സർക്കാരിനുള്ളത്. 9 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയൊരു ആഗോള അയ്യപ്പ സംഗമം കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഈ 7 മാസമോ 9 മാസമോ മുമ്പിലുള്ള എന്നുള്ള പ്രശ്നമല്ല. ഞങ്ങളുടെ മുമ്പിൽ ഇനിയും വർഷങ്ങളുണ്ട്, ഒരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കുക. ഈ സമയം തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവർ മുമ്പ് ഒരു മാസ്റ്റർ പ്ലാനെ സംബന്ധിച്ച് പറഞ്ഞു. ആ ശബരിമലയിൽ എന്ത് ചെയ്യണമെങ്കിലും ഹൈപ്പവർ കമ്മിറ്റിയുടെ, കോടതിയുടെ അനുമതി വേണം. ആ മാസ്റ്റർ പ്ലാൻ കോടതി അംഗീകരിച്ചിരുന്നില്ല. അതിനുശേഷം തിരുവനന്തപുരം സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിനെ കൊണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ അഭിപ്രായങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം രൂപീകരിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ആ മാസ്റ്റർ പ്ലാൻ കൂടുതൽ സമ്പൂർണ്ണമാക്കുക, ഇത് പുതിയൊരു ബദലാണ്. ജനകീയ ആസൂത്രണം കേരളത്തിൽ നിന്നെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഭക്തരു ആസൂത്രണം ചെയ്യുകയാണ്. നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? ശബരിമലയുടെ വികസനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അയ്യപ്പ ഭക്തർ ആസൂത്രണം ചെയ്യാൻ വേണ്ടി പോവുകയാണ് നാളെ ഒരു ദിവസം. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ. ഈ 3500 പേര് ഇവിടെ വന്നിരുന്നു. ഞാൻ വരാം. ഈ ചോദ്യം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. ബാബു, ഈ ചോദ്യം ഞാൻ ഒരൊറ്റ ചോദ്യം ജിനീഷ് കുമാർ ഒരു സെക്കൻഡ് ഞാൻ ചോദ്യം ചോദിക്കാമായിരുന്നു. ഇന്ററപ്റ്റ് ചെയ്യാനല്ല, അങ്ങ് ഇതുകൂടി വിശദീകരിക്കൂ. അല്ല, ഞാനിതൊന്ന് ചോദിക്കുന്നത് മറുപടി പറഞ്ഞോളൂ. ഞാൻ 12:20 ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 12:20 ഒന്ന് ചോദിച്ചോട്ടെ, ഞാനൊന്ന് പറഞ്ഞു കേൾക്കൂ, സമയം കളയണ്ട. 12:20 രേഖ സംബന്ധിച്ച ചർച്ച 3 വേദികളിൽ. 12:20 ചർച്ച എടുക്കുന്നത് TK നായർ, അതേപോലെ ജേക്കബ് പുന്നൂസ്, പിന്നെ ഒരാളുകൂടി ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര് മറന്നുപോയി. 3 പേര്. ആ 3 പേര് വേദികളിൽ ജയകുമാർ. ആ 3 പേര് വിഷയം അവതരിപ്പിക്കും. 1:30 ഉച്ചഭക്ഷണം എന്ന് വെച്ചാൽ 12:20 മുതൽ 1:30 വരെയാണ് വിഷയാവതരണവും ചർച്ചയും. എന്ത് ചർച്ചയാണ് അരുൺകുമാർ അവിടെ നടത്താൻ പോണേ? 20 മിനിറ്റ് 30 മിനിറ്റ് കൊണ്ട് എന്ത് ചർച്ചയാണ് നടത്താൻ പോകുന്നത്? ഞാൻ പറഞ്ഞോട്ടെ. അത് ശ്രീ RV ബാബു ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ പറയുന്നതല്ല, നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ എങ്ങനെയാണ് അഭിപ്രായം എടുക്കുന്നത്? അഭിപ്രായം എടുക്കുന്നതിന് വേണ്ടി അവർ രജിസ്ട്രേഷൻ സമയത്തു തന്നെ ഇവർക്ക് ഒരു നിശ്ചിത ഒരു ഫോം തന്നെ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്.
ഓരോ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന വിവിധ സെക്ഷനുകൾ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ആശയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത് നാളെ അവർ അവിടെ പൂരിപ്പിച്ച് നൽകും. അത് പൂരിപ്പിച്ച് നൽകിയതിന് ശേഷം അതെല്ലാം വിവിധ തരത്തിലേക്ക് തരം തിരിക്കുന്നതിന് വേണ്ടി വിവിധ ടീമുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാമുള്ള കോർഡിനേഷൻ സമയത്താണ് ഈ പറയുന്ന ഇത് അവർക്കൊരു ഗൂഗിൾ ഫോം അയച്ചു കൊടുത്താൽ ലോകത്ത് ഏത് രാജ്യത്തും അവരുടെ വീട്ടിൽ അവരുടെ മുറിയിലിരുന്ന് പൂരിപ്പിച്ച് ഈ ദേവസ്വം ബോർഡിന്റെ ഡ്രൈവിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ദേവസ്വം ബോർഡിന് വളരെ കൃത്യമായിട്ട് തരം തിരിച്ച് അങ്ങനെയല്ല ഉന്നതതല ഒരു യോഗം ഈ 7 കോടി ചെലവിടാതെ തിരുവനന്തപുരത്ത് വെച്ചോ ഇനി അത് പമ്പയിൽ തന്നെ വേണമെങ്കിൽ പമ്പയിൽ തന്നെ വെച്ചോ ഒക്കെ നടത്താവുന്നതല്ലേ ഉള്ളൂ. എന്തിനാണ് ഇത്രയും പേരെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് ഫോം പൂരിപ്പിച്ചു കൊടുക്കുക? അങ്ങനെയല്ല അതിൽ തന്നെ ഇതുണ്ട്. പ്രസക്തമായ സംഘടനകൾ, ഇപ്പൊ ധാരാളം സംഘടനകൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ഹൈന്ദവ സംഘടനകളുമുണ്ട്. കേരളത്തിൻ്റെ വിവിധ പുറത്തുള്ള അയ്യപ്പ ഗ്രൂപ്പുകളെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഘടനകളുടെ പ്രതിനിധികൾക്ക് അവിടെ ഈ വിഷയം അവതരിപ്പിക്കാനുള്ള സമയവുമുണ്ട്. ആ സമയവും നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അക്കാര്യത്തിലൊന്നും ഒരു ബേജാറും ആവേണ്ട കാര്യമില്ല. അതെല്ലാം വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് അവിടെ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി, ശബരിമലയുടെ പ്രസക്തി ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾക്കാണ് നാളെ പമ്പ മണപ്പുറം വേദിയാവാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് നാളെ മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ടല്ലോ. അതിനോടൊരു മറുപടി പറയാനുള്ള ഒരു അവസരം എനിക്ക് നൽകണം. എല്ലാം പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോ നമ്മുടെ ഇപ്പോൾ ഇവരെല്ലാം ശബരിമലയുടെ സ്നേഹം വല്ലാണ്ട് പറഞ്ഞു. ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ എൻ ശ്രീകുമാർ സാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം, ഇന്ന് ഇവിടെ സൂചിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചായിരുന്നില്ല ഇന്നത്തെ അടിയന്തര പ്രമേയം. മറ്റൊരു വിഷയം, കോടതിയുടെ മുമ്പിലിരിക്കുന്ന മറ്റൊരു വിഷയത്തെ സംബന്ധിച്ചായിരുന്നു അടിയന്തര പ്രമേയം. പിന്നീട് നമ്മുടെ ശബരിമലയുടെ വനഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുമതിയുടെ കാര്യം ഞങ്ങൾ ഇത്രയും കാലം എന്ത് ചെയ്തു എന്നെല്ലാം ചോദിച്ചു. ഒരു കാര്യം മനസ്സിലാക്കണം, ശബരിമലയിൽ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം, മുമ്പ് കഴുതയായിരുന്നു അവിടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് മാറിയത്. പിന്നീട് ട്രാക്ടർ വന്നു. ആദ്യം റോഡില്ലായിരുന്നു. ആ റോഡ് അവിടെ നിർമ്മിച്ചത് പി.കെ. ചന്ദ്രാനന്ദൻ റോഡ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, അദ്ദേഹം ബോർഡ് മെമ്പറായിരിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പം തന്നെ നമ്മുടെ റോപ്പ് ഘട്ടം ഘട്ടമായി മാറ്റം. ആ റോപ്പേക്ക് വേണ്ടി ഉൾപ്പെടെ ഭൂമി, ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യത്തിന് കൂടുതൽ കേന്ദ്ര ഭൂമി അനിവാര്യമാണ്. ആ ഭൂമിക്ക് വേണ്ടി നിരവധി തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്രത്തിന് മുമ്പിൽ എല്ലാ അപേക്ഷകളും നിൽക്കുകയാണ്. ശ്രീ ആർ.വി. ബാബു, നിങ്ങൾക്ക് ശബരിമലയോട് ഒരു ശകലമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, ശബരിമലയിലെത്തുന്ന ഭക്തരോട് ഒരു ശകലമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, അയ്യപ്പനോട് ഒരല്പമെങ്കിലും വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ പോവേണ്ടത് കേന്ദ്രത്തിൽ പോയി ആ ഭൂമി അനുവദിപ്പിക്കാനുള്ള ആവശ്യമായ കാര്യങ്ങൾ അങ്ങനെ ചെയ്തെങ്കിൽ ശബരിമലയിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഇപ്പൊ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ സീസൺ കാലത്ത് വലിയ ആളുകൾ വന്നു, 53 ലക്ഷത്തോളം ആളുകൾ വന്നു. നമുക്ക് ആ കാനന ക്ഷേത്രത്തിൽ വലിയ പോരായ്മകളുണ്ട്. ഗവൺമെന്റിന്റെ നല്ല ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് വലിയ പരാതികളില്ലാതെ പോയത്. പക്ഷേ ശബരിമല ഉള്ള കാലം തൊട്ട് തന്നെ ഈ പ്രയാസങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. അവിടെ തിരക്കിൻ്റെ കാര്യം ശബരിമല ഉള്ള കാലം തൊട്ടേ ആ പ്രയാസം നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ ഒരു ചർച്ച ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയാവതരണം നടന്ന് ആളുകൾ കേട്ട് ആളുകളുടെ അഭിപ്രായം എഴുതി വാങ്ങി പിരിയും. അതല്ലേ അവിടെ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇത്ര വലിയ 7 കോടി രൂപ മുടക്കി ജമിയാന പന്തലുകളൊക്കെ ഇട്ടൊരു പരിപാടി നടത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. ഇത് നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വിചാരിച്ചാൽ ഒരു ചെറിയ ഹോട്ടലിൽ ഒരു വലിയ മുറിയിൽ വെച്ച് നടത്താൻ പറ്റുന്നതല്ലേ? അല്ല, പമ്പ ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ശബരിമലയുടെ പ്രസക്തി ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുക. നമ്മളെല്ലാം മനസ്സിലാക്കണം.
എന്താണ് ജനീഷ് കുമാർ ഈ പറയുന്ന 3500 പേര് വരുമ്പോഴാണോ ശബരിമലയുടെ പ്രസക്തി ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ശബരിമലയൊക്കെ ഇതിനകം തന്നെ അയ്യപ്പനെ ഒന്നും ഇനി പ്രത്യേകിച്ച് പരസ്യപ്പെടുത്തുന്ന അയ്യപ്പന് സർക്കാരിന്റെ പരസ്യമൊന്നും ആവശ്യമില്ല. അയ്യപ്പൻ ലോകമെമ്പാടുമുള്ള ഹിന്ദുമത വിശ്വാസികളുടെയും അയ്യപ്പ ഭക്തരുടെയൊക്കെ ഉള്ളിൽ ബ്രാൻഡായി കഴിഞ്ഞു. അതുകൊണ്ട് അയ്യപ്പനെ അല്ലെങ്കിൽ ശബരിമലയെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയാണെന്ന് എന്തുകൊണ്ട് ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഇവർ പ്രഖ്യാപിക്കുന്നില്ല? അല്ല, അത് രാഷ്ട്രീയ ചോദ്യമാണ്. ആ രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ശബരിമലയോട് എന്തെങ്കിലും ഞാൻ രാഷ്ട്രീയ ചോദ്യമല്ല. കോൺഗ്രസും BJP മാറി ഇന്ത്യ ഭരിച്ചല്ലോ. ഞങ്ങൾ ഈ കൊടുക്കുന്ന ശബരിമലയ്ക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു പ്രാധാന്യം നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ ശ്രീ RV ബാബു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ വർഷം കുറേ ആയല്ലോ, ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ പോകുന്നു? നിങ്ങൾക്കൊരു ശകല സ്നേഹമുണ്ടെങ്കിൽ ഒരു ദിവസം അദ്ദേഹത്തെ ശബരിമലയിൽ കൊണ്ടുവരാത്ത എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശബരിമലയിൽ കാലുകുത്തിയാൽ ആ ശബരിമല ക്ഷേത്രത്തിന്റെ ഖ്യാതി ലോകമെമ്പാടും പടരുമെന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് CPM കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണേ. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചേ. അങ്ങനെയല്ല. എത്ര സ്ഥലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹം, എത്ര ക്ഷേത്രങ്ങളിൽ പോകുന്നു? ആ ക്ഷേത്രങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയല്ലേ? സംശയം എന്താ? അദ്ദേഹം എന്തുകൊണ്ട് ശബരിമലയിൽ വരുന്നില്ല? അദ്ദേഹം പ്രധാനമന്ത്രിയായ എന്തോ മനസ്സിലായില്ല. അയോധ്യയിൽ അങ്ങനെ പ്രധാനമന്ത്രി പോയപ്പോഴാണല്ലോ അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ എടുത്തത്, പ്രധാനമന്ത്രി എന്ന നിലയിൽ അവിടെ പോകരുത് എന്ന്. അല്ല, അയോധ്യയിൽ പോയതുപോലെയാണോ ശബരിമല ക്ഷേത്രത്തിൽ? അദ്ദേഹം എത്രയോ ക്ഷേത്രങ്ങളിൽ പോകുന്നു, അദ്ദേഹം എന്തുകൊണ്ട് ശബരിമലയിൽ വരുന്നില്ല എന്നതാണ് ഞാൻ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. മറുപടി നമുക്ക് RV ബാബു നൽകുമെന്ന്. പോയിട്ട് വരട്ടെ, അങ്ങയുടെ സമയം ഏകദേശം അവസാനിച്ചു. ഞാൻ 2ാം റൗണ്ടിൽ വരും അങ്ങയോട്. സജീവൻ, നാളെ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണ്? തിരഞ്ഞെടുപ്പിന്, തദ്ദേശ തിരഞ്ഞെടുപ്പിന്, നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങളിൽ നിന്ന് അകന്നുപോയ ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായൊരു രാഷ്ട്രീയ ഇടപെടലാണോ നാളെ നടക്കുന്നത്? അതല്ലാതെ ഈ 3500 പേരെ ഒരു ദിവസം പമ്പയുടെ നദിക്കരയിലേക്ക് വിളിച്ചു വരുത്തി പമ്പാ സംഗമം എന്ന പേരിൽ ഇതുവരെ നടത്തിയിരുന്ന പരിപാടി വളരെ പെട്ടെന്ന് അയ്യപ്പ സംഗമമാക്കി മാറ്റിയതിന് പിന്നിൽ എന്ത് രാഷ്ട്രീയ ഔചിത്യമാണുള്ളത്? അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് ശ്രീ സജീവൻ? അരുൺ, താങ്കൾ പറഞ്ഞ പോലെ ഇതിനൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ലക്ഷ്യം പറയുന്നതല്ല, അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് 2019 വലിയൊരു തിരിച്ചടി ഉണ്ടായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടികളിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അക്കാലത്ത് സർക്കാർ എടുത്തിട്ടുള്ള ഈ ശബരിമല പ്രശ്നമായിരുന്നു. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാം എന്ന സുപ്രീം കോടതിയുടെ വിധി, ആ വിധി വേണമെങ്കിൽ നടപ്പാക്കാം, വേണ്ടെങ്കിൽ നടപ്പാക്കാതിരിക്കാം. സ്ത്രീകളെ കയറ്റണമെന്നല്ല സർക്കാരിനോട് സുപ്രീം കോടതി അന്ന് പറഞ്ഞത്, സ്ത്രീകൾ കയറുന്നതിൽ തെറ്റില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ കയറുന്നതിൽ തെറ്റില്ലെങ്കിൽ ആ സർക്കാരിൻ്റെ സ്ത്രീകൾ കയറുന്നെങ്കിൽ കയറിക്കോട്ടെ, ആരെങ്കിലും തടയുന്നുണ്ടെങ്കിൽ അവിടെ നിയമപ്രശ്നമുണ്ട്, ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് സുപ്രീം കോടതിയെ അറിയിക്കാം. നമുക്കറിയാമല്ലോ, യാക്കോബായ മലങ്കര പ്രശ്നത്തിൽ, പള്ളി പ്രശ്നത്തിൽ സർക്കാർ എടുത്ത നിലപാടെന്താണ്? അവിടെ സുപ്രീം കോടതി ആവർത്തിച്ച് അതിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടും അത് നടപടിയിലേക്ക് പോയില്ലല്ലോ. അപ്പോൾ അതേപോലെ പറ്റുമായിരുന്നു. പക്ഷേ അതിൽ ആവശ്യത്തിലേറെ ആവേശം കാണിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ബിന്ദു അമ്മിണിയെയും മറ്റും അവിടേക്ക് കയറ്റിവിടുന്നൊരു പോലീസുകാർ ഇരുട്ടിൻ്റെ മറവിൽ കയറ്റിവിടുന്ന ഒരു ഘട്ടമുണ്ടായി. അതിൻ്റെ ഒരു വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടി വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അന്നത്തെ BJP പ്രസിഡന്റ് ശ്രമിച്ചെങ്കിലും അത് ആ വാക്കുകൾ പരസ്യപ്പെട്ടതോടു കൂടിയിട്ട് അവർക്ക് കിട്ടിയില്ല. മണ്ണും ചാരി എന്ന കോൺഗ്രസ് UDF ആ നേട്ടം കൈവരിക്കുകയും ചെയ്തു. അതുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിഫലനം അത് ഇത്തവണ 2026 ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളിൽ ഒന്നതായിട്ട് മാറും. അത് മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് 9 വർഷക്കാലം കഴിഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ പറഞ്ഞല്ലോ, 9 വർഷക്കാലം കഴിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് 6 7 മാസം മുമ്പേ ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അതിൽ വേറൊന്നുമില്ല. പിന്നെ 3500 അയ്യപ്പന്മാരെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ, അതിൻ്റെ വികസന പരിപാടി ചർച്ച ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന
ഇന്ത്യൻ ഭരണഘടന അക്കാലത്ത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് അവരുടെ സംഘം സംഘടിപ്പിച്ചിട്ടല്ലല്ലോ നടത്തിയിട്ടുള്ളത്. അത് ഭരണഘടനാ നിർമ്മാണ സമിതി പോലും അവസാന ഘട്ടത്തിൽ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പോലും അല്ല, അതിലൊരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഡ്രാഫ്റ്റ് അവരുണ്ടാക്കിയ ഡ്രാഫ്റ്റാണ് അംബേദ്കറുടെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പിന്നീട് അത് കുറച്ചുകൂടി വിപുലീകരിച്ച് കാര്യങ്ങൾ ശരിയാക്കുന്നത്. അതാണ് ഈ പറയുന്ന നിയമനിർമ്മാണ സഭ ചർച്ച ചെയ്യുന്നത്. അതല്ല ജനങ്ങളുടെ ഇടയിലേക്ക് പോയിട്ട് പൂർണ്ണമായിട്ട് ചർച്ച ചെയ്യില്ല. പല ഘട്ടങ്ങളിലും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ എത്ര ദിവസമെടുത്തു. ഇതൊരു ദിവസം കൊണ്ട് ഇത് പറ്റില്ല എന്നറിയാം. പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു നേട്ടമുണ്ട്, സർക്കാരിനെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ നമുക്ക് അറിയാം കുംഭമേള പണ്ട് മുതലേ ഈ സന്യാസിമാർ നടത്തി വരുന്നതാണ്. അത് ഇത്തവണ നടത്തിയിട്ടുള്ളത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ട് ആണ്. ആ രാഷ്ട്രീയ ലക്ഷ്യം വളരെയധികം BJPക്ക് അനുകൂലമായിട്ട് മാറുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഇവിടെ നടത്തുമ്പോൾ ഞങ്ങൾ അയ്യപ്പനെതിരല്ല, ഞങ്ങളിത് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് ജനങ്ങളുടെ വോട്ടർമാരുടെ മനസ്സിൽ ബോധ്യപ്പെടുത്താനാണ്. അതല്ലാതെ ഇതിന് മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാനല്ല. മാസ്റ്റർ പ്ലാൻ എപ്പോഴും തയ്യാറാക്കേണ്ടത് വിദഗ്ധന്മാരാണ്. അതല്ലാതെ സർക്കാർ ഈ ജനങ്ങൾ വിചാരിച്ചുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റില്ല. വിദഗ്ധന്മാർ ഇരുന്നിട്ട് അപ്പോൾ അവിടെ വേണ്ട കാര്യം ഒന്ന് അവിടേക്കുള്ള യാത്രാ പ്രശ്നം, അവിടെ പാർക്കിംഗ് പ്രശ്നം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവിടേക്കുള്ള ഇൻഫ്ലോ വെച്ചുകൊണ്ട് അതിൻ്റെ കണക്ക് ഇത്രയും കുറേ വർഷത്തെ ഇൻഫ്ലോയുടെ കണക്ക് വെച്ചുകൊണ്ട് ആ വിദഗ്ധന്മാർക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതൊരു കൃത്യമായിട്ടും പക്ഷേ പൊളിറ്റിക്കൽ താല്പര്യം തന്നെയാണ്. അത് താങ്കൾ പറഞ്ഞ നേരത്തെ 3 കാര്യങ്ങൾ ചോദ്യമായിട്ട് ഉന്നയിച്ചല്ലോ. അതിൽ പാപഭാരമൊന്നുമല്ല, പാപബോധം കൊണ്ടുണ്ടാവുന്നതല്ല. ഇതല്ലെങ്കിൽ ശബരിമല വികസനം ഇങ്ങനെ നടക്കൂ എന്നുള്ളത് കൊണ്ടുമല്ല. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ താല്പര്യമാണ്. എന്തുകൊണ്ട് BJPയും കോൺഗ്രസും എതിർക്കും എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. അവർക്ക് കോൺഗ്രസിന് വലിയ അക്കിടി പറ്റി. ഇതിൽ എതിർത്തുകൊണ്ട് കുറച്ചെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് ഇപ്പോൾ BJPക്കാണ്. കാരണം അവർ ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നുണ്ട്. അതുണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൈലേജ് അവർക്ക് കുറേയൊക്കെ കിട്ടും. കോൺഗ്രസ് പക്ഷേ ഇതൊന്നുമില്ല. കോൺഗ്രസ് കുറേ കാര്യങ്ങൾ ഈ സ്വർണ്ണം അടിച്ചതിൻ്റെ പാപഭാരം തീർക്കാനാണെന്നൊക്കെ പറഞ്ഞ് VD സതീശൻ കുറേ കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. അതിൻ്റെ കാര്യമായ നേട്ടം മൂന്നും പൊളിറ്റിക്കൽ താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങളിൽ സർക്കാർ വിചാരിച്ച പൊളിറ്റിക്കൽ താല്പര്യം ഇവിടെ കുറേയൊക്കെ നേടിയെടുക്കാൻ പറ്റും. BJPയും അവരുടെ താല്പര്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ സംരക്ഷണ സംഗമം അതിനും അവർക്ക് കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കോൺഗ്രസിൻ്റെ ഇത് പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നേരത്തെ അവരെ പിന്തുണച്ചിരുന്ന പല സംഘടനകളും അവരിപ്പോൾ കൂടെയില്ല. NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ അല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്. കാരണം ഇതിനെ എതിർത്താൽ നിങ്ങൾക്ക് ശബരിമലയുടെ വികസനം ആവശ്യമില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും NSSൻ്റെ സുകുമാരൻ നായരോട് NSS പ്രവർത്തകർ ചോദിക്കും. അതെ, ഈ സമ്മർദ്ദമാണ്, രാഷ്ട്രീയ സമ്മർദ്ദമാണ് ചുരുക്കത്തിൽ ഈ ശബരിമലയിലെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് നയിച്ചതെന്നാണ്. ഞാൻ ഒരു ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ ശ്രീകുമാർ നമ്മളുടെ മൊണ്ടാഷിൽ കണ്ട, നമ്മളുടെ കാർഡിൽ കണ്ട ഒരു ചിത്രത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. അയ്യപ്പ ഭക്ത സംഗമം എന്നെഴുതിയത് യഥാർത്ഥത്തിൽ സർക്കാരാണോ അത് റിപ്പോർട്ടറാണോ എന്ന് ചോദിച്ചിരുന്നു. അത് കഴിഞ്ഞ് ജൂലൈ 31 നമ്മളുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ്റെ ഫേസ്ബുക്കിൽ നിന്നെടുത്തിരിക്കുന്ന പോസ്റ്റാണ്. അതിലാണ് ഈ പറയുന്ന ലേഔട്ടും ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. താങ്കൾ പറഞ്ഞത് നമ്മളുടെ റിപ്പോർട്ടർ TVയുടെ കാർഡല്ല, അത് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലെ കാർഡ്. KU ജനീഷ് കുമാർ MLA CPM പ്രതിനിധി, N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, ഹിന്ദു ഐക്യവേദി പ്രതിനിധി RV ബാബു, രാഷ്ട്രീയ നിരീക്ഷകനെ സജീവൻ എന്നിവരാണ് നമുക്കിപ്പം ചർച്ചയിലുള്ളത്. ഞാൻ N ശ്രീകുമാറിലേക്ക് ഒന്ന് പോകുന്നു. N ശ്രീകുമാർ, ഇതിൽ രാഷ്ട്രീയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനാണ് എന്നാണ് സജീവൻ പറഞ്ഞത്. കാരണം ഇതിൽ BJPയും ഹിന്ദു ഐക്യവേദിയും ഒക്കെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാട് എന്ന് പറയുന്നത് ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലും നാളെ ഡൽഹിയിൽ RK പുരത്തുമൊക്കെ ബദൽ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയാണ്. 22 കേരളത്തിലും നാളെ ദില്ലിയിലും. പക്ഷേ കോൺഗ്രസ് ഈ വിഷയത്തിലെടുത്ത നിലപാട് യഥാർത്ഥത്തിൽ പോണോ പോണ്ടയോ, മൊത്തത്തിലൊരു ആശയക്കുഴപ്പമാണോ യഥാർത്ഥത്തിലുള്ളത്? ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശബരിമല വികസന പദ്ധതിയിൽ ഈ കോൺഗ്രസിന് താല്പര്യമില്ല എന്ന നിലപാടെടുക്കേണ്ടി വരും. NSSും SNDPയും പോയ പരിപാടി കോൺഗ്രസ് ബഹിഷ്കരിച്ചു എന്ന രാഷ്ട്രീയ വിവാദമുണ്ടാവും. അതൊഴിവാക്കാൻ വേണ്ടി പോകുന്നവർക്ക് പോകാം, ഞങ്ങളെന്തായാലും ഇപ്പോൾ പോകുന്നില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നത് കോൺഗ്രസിന് രാഷ്ട്രീയമായി നഷ്ടമുണ്ടാക്കുമോ ശ്രീകുമാർ?
നോക്കൂ, ഒരു അർത്ഥശൂന്യമായ ഒരു പരിപാടിക്ക് കോൺഗ്രസ് എന്തിനു പോകണമെന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ശ്രീ സജീവൻ തന്നെ പറഞ്ഞല്ലോ അതിൻ്റെ ഗുണഫലം 2019 കിട്ടിയത് കോൺഗ്രസിനാണെന്ന്. അപ്പോൾ ഒരു മതേതര പാർട്ടിയായ കോൺഗ്രസ് ഏത് കാലത്താണ് വിശ്വാസി സംഗമം നടത്തിയിട്ടുള്ളത്? AKG ശബരിമലയിൽ അയ്യപ്പന്മാർ മാലയിട്ട് പാർട്ടി പ്രവർത്തകർ പോകുന്നതിനെതിരെ ഒരു ഘട്ടത്തിൽ നിരാഹാരം നടത്തിയിട്ടുണ്ടെന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പണ്ട് പറഞ്ഞാരാന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് AKG. അപ്പോൾ അതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറാം. പക്ഷേ കോൺഗ്രസ് എന്നൊരു മതേതര പ്രസ്ഥാനമാണ്. ഇവരിന്ന് ശബരിമല അയ്യപ്പ സംഗമം നടത്തിയിട്ട് ഞാൻ ചോദിക്കാൻ കാരണം, സംസ്ഥാന സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു എന്ന് ജൂലൈയിൽ പറഞ്ഞവരെ സെപ്റ്റംബർ ആയപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അയ്യപ്പ സംഗമമാക്കി മാറ്റിയല്ലോ, ഭക്തർ പോയല്ലോ. അപ്പോൾ അയ്യപ്പ എന്ന് പറയുന്നതിലത്തെ രാഷ്ട്രീയ നേട്ടം ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. പിന്നെ സജീവൻ പറഞ്ഞതിൻ്റെ കാര്യത്തിൽ മതേതര പ്രസ്ഥാനത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഘടിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് കഴിഞ്ഞ ഉടനെ LDF അല്ല, CPM ഒരു ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ BJPക്ക് അതിന് ബന്ധം സംഘടിപ്പിക്കണം. അവരൊക്കെ ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണ്. പക്ഷേ വകുപ്പുകളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ സെമിനാർ. ആയിക്കോട്ടെ, അത് അയ്യപ്പ സംഗമം കഴിഞ്ഞിട്ടാണല്ലോ. കാരണം ഒരു വിശ്വാസം ഹിന്ദുക്കളുടെ ഒരു സംഗമം നടത്തിക്കഴിഞ്ഞാൽ അയ്യപ്പനാണെങ്കിലും വാവരാണെങ്കിലും അതുപോലെ മാളികപ്പുറത്തമ്മയാണെങ്കിലും അതൊന്നും അയ്യപ്പൻ്റെ ഈ പോസ്റ്ററിലൊന്നും ഇല്ല കേട്ടോ. പോസ്റ്ററിലുള്ളത് രാഷ്ട്രീയ നേതാക്കളാണ്. അതൊക്കെ നടത്തി കഴിയുമ്പോൾ ഒരു സംശയം വരണമെന്ന് വെച്ചിട്ടാണ് ന്യൂനപക്ഷം. അത് ന്യൂനപക്ഷത്തിന് മനസ്സിലായതിൻ്റെ ഒരു ഉദാഹരണം മറ്റേ പാമ്പ്ലാനി പിതാവായിട്ട് പ്രതികരണം അത് വേറെ ചർച്ചാ വിഷയമാണ്. ഇവിടെ നോക്കൂ, അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യപ്പന്റെ ചിത്രമില്ലാത്ത ഏതെങ്കിലും ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുമോ? നിങ്ങൾ തുടക്കത്തിലും ആ കാര്യം അല്ല, ഈ ബാക്ക്ഡ്രോപ്പിലെ ചിത്രമാണെന്ന് തോന്നുന്നു ജനീഷ്. ഞാനത് നേരിട്ട് കണ്ടില്ല. ഞാനിതിങ്ങനെ പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നതേ കേട്ടു. ആ സ്റ്റേജിന്റെ പുറകിൽ വെച്ചിരിക്കുന്ന ബാക്ക്ഡ്രോപ്പിൽ അയ്യപ്പൻ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അയ്യപ്പന്റെ ചിത്രമുണ്ട്. ഇവിടെ സംഘപരിവാറിന്റെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ചില കാർഡുകൾ പ്രചരിപ്പിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന മുഖ്യവേദിയുടെ സ്റ്റേജിന്റെ ബാക്ക്ഡ്രോപ്പിൽ അയ്യപ്പന്റെ ഫോട്ടോ ഇല്ലേ? തീർച്ചയായും ഉണ്ട്. അത് നിങ്ങൾക്ക് നാളെ മനസ്സിലാവും. അവിടെ എവിടെയാണ് അയ്യപ്പന്റെ ചിത്രം, അവിടെ ഏത് പ്രാധാന്യത്തിലാണ് വയ്ക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് നാളെ ബോധ്യം. നിങ്ങളുടെ എല്ലാ മാധ്യമ പ്രവർത്തകരും അവിടെ ഉണ്ടല്ലോ. അപ്പൊ ശ്രീകുമാർ, അതൊരു അബദ്ധമായിരിക്കും അങ്ങനെ പറഞ്ഞാൽ. കാരണം അവിടെ ചിത്രത്തിനേക്കാൾ അപ്പുറം ഒരു വലിയ രീതിയിലുള്ള വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഇപ്പോഴേ അതിനകത്തൊരു തേക്ക് എടുക്കണ്ട. നാളെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് അല്ലല്ല ഞാൻ കണ്ട ചിത്രത്തിൽ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയേ ഉള്ളൂ. അയ്യപ്പന്റെ ഒരു മുദ്ര പോലെ അവിടെ ഉണ്ട്. അത് സൂക്ഷിച്ചു നോക്കണം. നമ്മളൊരു മുദ്രയുണ്ട്, ഇല്ലെന്ന് പറയണില്ല. എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച ചിത്രമാണോ താങ്കൾ കണ്ടത്? അല്ല, നമ്മളിപ്പോ സ്ക്രീനിൽ കാണുന്ന ചിത്രം മിക്കവാറും അവിടെ ശില്പങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. നോക്കൂ ഡോക്ടർ അരുൺ, ഞാൻ പറഞ്ഞു കേൾക്കൂ. ഇതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിന്റെ ചിത്രമില്ലാണ്ട് അവർ രണ്ടാമത് മാറ്റി ബോർഡ് വെച്ചതൊക്കെ ഉണ്ടല്ലോ. ഇന്ന് വാർത്ത വന്നല്ലോ, നിങ്ങളുടെ ചാനലിൽ തന്നെ ഞാൻ കണ്ടേന്ന് തോന്നുന്നു. മറ്റേ പ്രശാന്തിന്റെ ചിത്രം ഇല്ലാന്നിട്ട് അവസാനം കൂട്ടിച്ചേർത്തൊക്കെ അതൊരു തർക്ക വിഷയം ഞാൻ ആക്കുന്നില്ല. അത് അവിടെ നിൽക്കട്ടെ. ജിനീഷ് കുമാർ പറഞ്ഞെങ്കിൽ നാളെ വരട്ടെ. അത് നല്ലതോ ചീത്തതൊക്കെ വേറെ വിഷയം. കാരണം ഇത് കമ്മ്യൂണിസ്റ്റുമായിട്ട് നടത്തുന്ന ഒരു സംഘമാണ്. ഇതിൽ 3500 പേര് നാളെ വരുന്നുണ്ടല്ലോ. ഇവർക്ക് ഒന്നുകിൽ ഇതിൻ്റെ മറവിൽ രക്ഷപ്പെടും. എങ്ങനെ? 3500 പേര് അവിടെ സംഗമിച്ചിട്ട് ഇന്ന നിർദ്ദേശങ്ങൾ വെച്ചു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തെറ്റുതിരുത്തുന്നു എന്നിവർ പറയുമോ എന്ന് നമുക്കറിയില്ല. സൂത്രപ്പണി അത് പറയുമോ എന്ന് നമുക്കറിയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭക്തരുടെ മാത്രം വിഷയമല്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ മാസ്റ്റർ പ്ലാനിൻ്റെ വിഷയമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ 9 വർഷത്തെ ഗവൺമെൻറ് ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ എന്തൊരു കൊണ്ടുവരുന്നു എന്നുള്ള വിഷയമുണ്ട്. ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ ഈ ഗവൺമെൻറ് മുൻകാലങ്ങളിൽ ശബരിമലയിൽ സ്വീകരിച്ച നിലപാടും ഇതെല്ലാം കൂടെ ചർച്ച ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ വിശ്വാസ്യത ഇല്ലാതെ. കാരണം ഇവർ പറഞ്ഞ ആഗോള അയ്യപ്പ സംഘം എന്ന ഈ ആഗോളീകരണം എന്നുള്ളത് ഇവരുടെ ഈ എല്ലാ പരിപാടിയിലും ഉണ്ടെന്ന് മാത്രമല്ല, ഒരു പരിപാടി ലോക കേരള സഭയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു പരിപാടിയും നടപ്പാക്കില്ല. അപ്പം ഭക്തരുടെ പേരിൽ നടത്തുമ്പോൾ ഉണ്ടാവുന്ന വിശ്വാസ്യതയില്ല ഭക്തർക്ക്. ഇത് ജനങ്ങൾ ചർച്ച വിശ്വാസതയില്ലെന്നാണോ ഈ പറയുന്നത്?
അല്ല, അവിടെ വരുന്നത് ആരാന്ന് വന്ന ശേഷമല്ലേ അറിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ തുടർച്ചയായി ശബരിമല സന്ദർശിച്ചവരുടെ ശബരിമല പോയവരാണ്. വെർച്വൽ ക്യൂവിലുള്ള പേരുകൾ തിരഞ്ഞെടുത്താണ് ഇവരിൽ പലരെയും ക്ഷണിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. തുടർച്ചയായിട്ട് ശബരിമല വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ യഥാർത്ഥ ഭക്തരൊക്കെ തന്നെ ആയിരിക്കില്ലേ? നോക്കൂ ഞാൻ അല്ല, തീർച്ചയായിട്ടും ശബരിമലയുമായിട്ട് ദൈവവുമായിട്ട് വിശ്വാസമുള്ളവരൊക്കെ തന്നെയായിരിക്കും പോകാൻ. ഞാൻ അവരെയൊന്നും കുറ്റം പറയണില്ല. ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റ് ഇത് അവർ ഓരോ ഘട്ടത്തിലും എടുത്ത നിലപാടുകളെ കൃത്യമായ ഉത്തരം പറയാത്തത് എന്തിനാണ് സംഗമം നിൽക്കുന്നത്? പ്രതിപക്ഷം വിട്ടുനിൽക്കുകയാണോ, പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണോ, പ്രതിപക്ഷം സഹകരിക്കുകയാണോ? എന്താ സംഭവം യഥാർത്ഥത്തിൽ? പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താ ഈ വിഷയത്തിൽ? അല്ല, ഇത് ഗവൺമെന്റ് നവകേരള സദസ്സ് നടത്തിയ പോലെ, ലോകകേരള സമ്മേളനം നടത്തിയ പോലെ ഇതങ്ങ് നടന്നു പോകും. ഇതിൽ പ്രതിപക്ഷം പങ്കെടുക്കണമെങ്കിൽ പ്രതിപക്ഷത്തിന് ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അത് പറയാൻ പ്രതിപക്ഷത്തിന് പറ്റില്ല. കാരണം എന്താ അറിയാമോ, ഇവരുടെ ഈ നടപടിയിൽ ഒരു തരത്തിലുള്ള ഫലവും ഉണ്ടാക്കുന്നതല്ല. ഇത് ഇവർക്ക് പേരുടെ മറവിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ അതിലേക്ക് അവസാന നിമിഷത്തിലും ആവർത്തിക്കേണ്ടി വരുന്നത്, ഈ ബദൽ സംഗമത്തിൻ്റെ, നിങ്ങൾ പറഞ്ഞതുപോലെ ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്താണ്? അത് ആ സംഗമത്തിനു ശേഷം ഒരു പ്രമേയമെങ്കിലും ഉണ്ടാവുകയും അതിലെ നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡിന് സമർപ്പിക്കുകയും ചെയ്യാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതല്ല അതിനെ ഒരു പ്രതിഷേധ സംഗമം എന്ന നിലയിൽ കണ്ടാൽ മതിയോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ബദൽ സംഗമമല്ല, പ്രതിഷേധ സംഗമമല്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഇത് ശബരിമല സംരക്ഷണ സംഗമമാണ്. വിശ്വാസത്തോടൊപ്പം വികസനം, അതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യം. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം അതാണ്. അതുകൊണ്ട് അവിടെ ശബരിമല സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സംരക്ഷണമുണ്ട്, വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടതുണ്ട്, ഒപ്പം തന്നെ ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ സംരക്ഷണം, വികസനം, വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ കുറച്ചുപേര് ചർച്ച ചെയ്തിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യാനാണ് പരിപാടി? അല്ല, അത് ജനങ്ങൾ, ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് എന്താ, ഞങ്ങൾക്ക് സർക്കാരിന് സമർപ്പിക്കാം. ഞങ്ങൾ ആ വിഷയം സമർപ്പിക്കാനാണെങ്കിൽ നാളെ പോയി ജനങ്ങളെ സമർപ്പിച്ചുകൂടായിരുന്നോ എന്നാണ് ചോദ്യം. ശരി, ഞാൻ അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അരുൺ. ഞാൻ അതിനൊക്കെ ഉത്തരം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ തന്ന സമയം വളരെ കുറഞ്ഞ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് എനിക്ക് പറയാനുള്ള അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. ജിനീഷ് കുമാർ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ജിനീഷ് കുമാർ ചോദിച്ച ചോദ്യം എന്താണ്? ശബരിമലയുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ ആണ് ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ, പശ്ചാത്തല സൗകര്യമൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് നടക്കാൻ പോകുന്നതെന്നാണ്. എനിക്ക് ജിനീഷ് കുമാറോട് ചോദിക്കാനുള്ളത്, ശബരിമല മാസ്റ്റർ പ്ലാൻ അതിൻ്റെ ഭാഗം അല്ലെങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്നുള്ള നിലയ്ക്ക് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ, ശബരിപാത. അതെവിടെത്തി? എന്തുകൊണ്ടാണ് ശബരിപാത കഴിഞ്ഞ 15 വർഷമായിട്ട് മുന്നോട്ട് പോകാത്തത്? 1 ഇഞ്ച് സ്ഥലം പോലും പിന്നീട് അഡീഷണൽ ആയിട്ട് ഏറ്റെടുക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഐശ്വനി വൈഷ്ണവ് പറഞ്ഞത് 3500 കോടി രൂപ ആ നിലയ്ക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കാൻ തയ്യാറായിട്ട് പ്രഖ്യാപിച്ചതാണല്ലോ. എന്തുകൊണ്ടാണ് 1 ഇഞ്ച് സ്ഥലം പോലും ഏറ്റെടുക്കാത്തത്? അടിസ്ഥാന സൗകര്യം അതല്ലേ? നിങ്ങൾക്ക് ആവശ്യം ശബരിമല വിമാനത്താവളമാണ്, കാരണം അവിടെ റിയൽ എസ്റ്റേറ്റ് താല്പര്യമുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാർ വരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള നിങ്ങളുടെ ആത്മാർത്ഥത അങ്ങേയറ്റം സംശയാസ്പദമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ സംഗമത്തിന് വിശ്വാസ്യതയില്ലാത്തത്. രണ്ടാമത് ശ്രീ അരുൺകുമാർ പറയുണ്ടായി, ഇവർ കൊടുത്ത അഫിഡാവിറ്റ്, ഇല്ലാത്ത അഫിഡാവിറ്റ് എങ്ങനെ പിൻവലിക്കാമെന്ന്. അതെന്താ അരുൺകുമാർ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു അഫിഡാവിറ്റ് ഉണ്ട് സുപ്രീം കോടതിയിൽ. അല്ല, അങ്ങത് ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അങ്ങ് തെറ്റാണെന്ന് പറയേണ്ടതായിരുന്നു. അങ്ങത് പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ രണ്ട് അഫിഡവിറ്റുകളുണ്ട്. LDFന്റെ കാലത്തെ രണ്ടാമത്തെ അഫിഡവിറ്റിന്റെ അവസാനത്തെ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: ദേവസ്വം ബോർഡിന്റെ തന്ത്രിമുഖ്യനായ പുതുമന നാരായണൻ നമ്പൂതിരി മൊഴി നൽകിയതനുസരിച്ച് ശബരിമലയിലെ ഈശ്വര നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അതുകൊണ്ട് യുവതികളുടെ ക്ഷേത്രത്തിൽ ആരാധന നടത്താൻ അനുവദിക്കാത്തതാണ് UDFന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. LDFന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത് യുവതികളെ അനുവദിച്ചാൽ ശബരിമലയിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് LDFന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇന്നലകളിൽ ചെയ്ത തെറ്റ് ഇന്ന് ആചാരമാക്കുന്നതും നാളെ അറിവെന്ന് വിശേഷിപ്പിക്കുന്നതും വിഡ്ഢികൾ മാത്രമാണെന്നൊക്കെ അരുൺകുമാർ ഞാൻ ചോദിക്കുന്നത്, അരുൺകുമാർ എന്ന് കൊടുത്ത സത്യവാങ്മൂലം, LDF എന്ന് കൊടുത്ത സത്യവാങ്മൂലം? LDF രണ്ടാമത് കൊടുത്ത സത്യവാങ്മൂലം എന്നാണ് ശ്രീ RV ബാബു. അതിനുശേഷം എന്നാൽ അങ്ങ് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഈ സത്യവാങ്മൂലത്തെ സംബന്ധിച്ചാണെങ്കിൽ ജിനീഷ് കുമാർ ഒരു നിമിഷം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ജിനീഷ് ബാബു പറയൂ, 1 മിനിറ്റ്.
അല്ലല്ല, ഒരൊറ്റ ചോദ്യം മാത്രം. നിങ്ങളുടെ ഒരു ഘട്ടത്തിൽ ഇടപെട്ടില്ല. യുവതീ പ്രവേശന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഉയർത്തിയ കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അതിനുശേഷം തിരുത്താൻ കഴിയുന്ന ഇന്ത്യൻ പാർലമെന്റിൽ മഹാഭൂരിപക്ഷത്തോടെ നിങ്ങളാണ് അധികാരത്തിൽ വന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ആ സുപ്രീം കോടതി വിധി തിരുത്തിയില്ല? ഇന്ത്യൻ പാർലമെന്റിൽ തിരുത്തിയില്ല. ആർവി ബാബു, ശരി, ഞാൻ ആ ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ് നമ്മുടെ ശബരിമല വികസന സംഭവത്തിൽ. ഞാൻ അതിലേക്കൊക്കെ മറുപടി പറഞ്ഞാൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അതിനൊക്കെ മറുപടി ഉണ്ട്. ഞാൻ പറഞ്ഞത് അരുൺകുമാർ ഉന്നയിച്ച ഒരു കാര്യമാണ്. 2007 കൊടുത്ത അഫിഡാവിറ്റേ നിലവിലുള്ളൂ. 2007 ശേഷം കൊടുത്തൊരു അഫിഡാവിറ്റും ഇല്ല. LDF സർക്കാർ രണ്ടാമത് അഫിഡാവിറ്റ് കൊടുത്തിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം. എന്താണ് പറഞ്ഞത് ജയദേവ് ഗുപ്ത സംസ്ഥാന സർക്കാരിന് വേണ്ടി? ഞങ്ങൾ 2007 കൊടുത്ത അഫിഡാവിറ്റിനെ റിലയൻസ് ചെയ്യാണ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിനെയാണ് ആശ്രയിക്കുന്നത് എന്ന്. there is only one affidavit from LDF ഗവൺമെന്റ്. അതെ. അപ്പോ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വാസവൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് പറഞ്ഞത്. കാരണം UDFന്റെ അഭിപ്രായം തന്നെയാണ് LDF ഉള്ളത് എന്ന ഒരു തെറ്റിദ്ധാരണയാണ് വാസവന്റെ ആ വിശദീകരണത്തിലൂടെ പൊതുസമൂഹത്തിനും സഭയ്ക്കും കിട്ടിയത്. തെറ്റായ കാര്യം. 2 കേസുകളുടെ കാര്യം പറഞ്ഞു. ക്രിമിനൽ കേസുകൾ പിൻവലിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് അരുൺകുമാർ ചോദിച്ചു. അരുൺകുമാറെ, എല്ലാം ക്രിമിനൽ കേസാണ്. മറ്റു സിവിൽ കേസൊന്നും പോലീസ് എടുക്കാറില്ലല്ലോ. ക്രിമിനൽ കേസാണ് എടുക്കുന്നത്. അത് ഏറ്റവും പെറ്റി കേസ് മുതൽ എല്ലാം ക്രിമിനൽ കേസാ. അത് പിൻവലിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞോട്ടെ വിഴിഞ്ഞം കേസിൽ എത്ര കേസ് സർക്കാർ പിൻവലിച്ചു? വിഴിഞ്ഞം കേസിൽ സർക്കാർ എത്ര കേസ് പിൻവലിച്ചു? CAA കേസിലെ കേസ് സർക്കാർ എത്ര പിൻവലിച്ചു? പിൻവലിക്കാൻ പറ്റില്ല. വാഹനങ്ങൾ തല്ലി പൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റില്ല. ഭക്തജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല. പോലീസിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കാൻ പറ്റില്ല. ഈ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ആളുകൾ, ഈ ആയിരക്കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വാഹനം തല്ലി പൊളിച്ചവരാണോ? നാമജപഘോഷയാത്രയുടെ പല കേസുകളും എഴുതിത്തള്ളി എന്നുള്ളതാണ്. അരുൺ തെറ്റാണ്. അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്റെ കൂടെ ഈ കഴിഞ്ഞ മാസം കൂടി വെറും പെറ്റി കേസില് കോടതി കയറി ഇറങ്ങിയ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ട്. ഞങ്ങൾ അവസാനം പേഴടച്ചിട്ടാ പേഴടച്ചിട്ട് തീർക്കുകയാണ് ചെയ്തത്. കാരണം ചില ആൾക്കാർക്ക് ജോലി സംബന്ധമായ പ്രശ്നം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ വേദന കാണാൻ കണ്ണില്ലാരും. അല്ല, തെറ്റാണ് എന്ന് പറയുന്നില്ല. അപേക്ഷ കൊടുത്തിട്ടുള്ള എന്തുകൊണ്ട് പറയുന്നില്ല? വലിയ രാഷ്ട്രീയ ചോദ്യങ്ങളോട് ബാക്കി നിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കുമെങ്കിലും ആർവി ബാബു, എനിക്കറിയേണ്ടത് നാളെ ആഗോള അയ്യപ്പ സംഘം നാളെ ഗുണപരമായ ചില നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വന്നാൽ നിങ്ങൾ പിന്തുണയ്ക്കുമോ? ആർവി ബാബു, അതിൽ ഇനി 435 കേസുകൾ മാത്രമാണ് ബാലൻസ് ഉള്ള കേസ്. ഗുണപരമായ നിർദ്ദേശങ്ങൾ എന്നുള്ള പേരിൽ ഒട്ടനവധി നിർദ്ദേശങ്ങൾ വെച്ച് പിൻവലിച്ചിട്ടുണ്ട്. ഓൾറെഡി സർക്കാരിന്റെ മുമ്പിലുണ്ട്. ഈ കാര്യങ്ങളൊന്നും സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. സർക്കാർ ചെലവാക്കിയ പണത്തിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ഒരു കണക്ക് കൂടി ജനീഷ് ബാബു പറഞ്ഞിട്ടുണ്ട്. ആർവി ബാബു, 435 ഡോക്ടർ അരുൺകുമാർ, എനിക്ക് അവസാനം ഒരു വാക്ക് പറയാൻ ഒരു അവസരം തരണം. കാരണം ഈ ജനീഷ് കുമാർ പറഞ്ഞൊരു കണക്ക് കൂടി ആർവി ബാബുവിന്റെ ശ്രദ്ധയിലേക്ക്. ഇനി 435 കേസുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ജനീഷ് കുമാർ പറഞ്ഞത്. ആർവി ബാബു, എന്റെ അരുൺകുമാറെ, ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഓരോ കേസും ഓരോ കേസും കോഷ് ചെയ്ത് കളയാണ്. 435 പോലീസ് അനുകൂലമായ മറുപടി കൊടുക്കണ്ടേ? പോലീസ് അനുകൂലമായ മറുപടി കൊടുക്കണ്ടേ? പോലീസ് അതിൽ ഉറച്ചു നിൽക്കാത്തതുകൊണ്ടാണല്ലോ കോഷ് ചെയ്യുന്നത്. അപ്പോൾ ആർവി ബാബു, നമുക്ക് ചർച്ചയുടെ അവസാനിപ്പിക്കാം. സമയം ഒരുപാട് അതിക്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ്. സംഗമങ്ങളൊക്കെ നടക്കട്ടെ. ഏതുതരം ചർച്ചയും ജനാധിപത്യത്തിൽ ഭൂഷണമാണ്. ഒറ്റ വരി ജനീഷ് കുമാർ, ഒറ്റ വരി. അല്ല, ഇവരെല്ലാം പറഞ്ഞു. ഇവിടെ ഒരു ഭാവവും ഇല്ല, ഒരു ഭാരവും ഇല്ല.
ഇവിടെ LDF എന്തോ തിരിച്ചടി നേടിട്ടു എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിഷയത്തിന് ശേഷം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി പിണറായി വിജയൻ ഗവൺമെന്റിന് തുടർ ഭരണമാണ് ഉണ്ടായിട്ടുള്ളത്. അയ്യപ്പ കോപമേറ്റിട്ടുള്ളത് കോൺഗ്രസിനും BJPക്കുമാണ്. നിങ്ങളാണ് അയ്യപ്പനെ വിവാദത്തിലാക്കി ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്കാണ് അയ്യപ്പ കോപമേറ്റിട്ടുള്ളത്. ഞങ്ങൾ ഇതിനു ശേഷം ഒരു തുടർ ഭരണത്തിലേക്ക് കേരള ചരിത്രത്തിൽ ആദ്യമായി കടന്നു വരികയായിരുന്നു. നിങ്ങൾ ഉയർത്തുന്നതെല്ലാം അടിസ്ഥാനരഹിതമാണ്, ജിനീഷ് കുമാർ, നന്ദി. N. ശ്രീകുമാർ, RV ബാബു, A. സജീവൻ ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.